ആപ്ലിക്കേഷൻ അയക്കേണ്ട എന്തൊരാവശ്യത്തിനും നമുക്ക് എന്തൊരു ഓൺലൈൻ സേവനങ്ങൾക്കും നമ്മൾ ഫോട്ടോ ഇന്ന കെ ബിയിലേക്ക് ആക്കണം. വലിയൊരു കെ ബിയിൽ നിന്നും നിങ്ങൾക്ക് 50 കെ ബിയിലുള്ള ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 25 കെ ബിയിൽ കുറയാത്ത ഫോട്ടോകൾ 100 കെ ബിയിലുള്ള ഫോട്ടോ നമുക്ക് 50 കെ ബി ആക്കണമെങ്കിലോ, അല്ലെങ്കിൽ ചെറിയൊരു കെ ബിയിലുള്ള ഫോട്ടോ നമുക്ക് ഫോട്ടോ കെ ബി വർദ്ധിപ്പിക്കണമെങ്കിലോ, അതിൻ്റെ സൈസ് വലുതാക്കണമെങ്കിലോ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും കുറേ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ വെച്ചിട്ട് ചെയ്യാറ്. അതൊന്നുമില്ലാതെ ഗൂഗിളിൽ നമുക്ക് ഇതൊരു വെബ്സൈറ്റ് ഉണ്ട്, ഇമേജ് റീസൈസർ ആണ്. നിങ്ങൾ ഗൂഗിളിൽ കയറുക, എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക ഫോട്ടോ റീസൈസർ അല്ലെങ്കിൽ ഇമേജ് റീസൈസർ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പം കുറേ ഇമേജ് റീസേർച്ച് ചെയ്യുന്ന കുറേ വെബ്സൈറ്റുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കാണാവുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം ഇമേജ് റീസൈസർ എന്ന് എഴുതിയിട്ടുള്ളത്, imageResizer.com എന്ന് എഴുതിയിട്ടുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം സെലക്ട് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ആദ്യം സെലക്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു ഫയൽ എടുത്തതിന് ശേഷം, ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് 40 കെ ബിയിലുള്ള ഒരു ഫോട്ടോ ആണ്, ഗാലറിയിൽ നിന്ന് എടുത്താണ്. ഇതിൻ്റെ ഒരു ഫയൽ സൈസ് എനിക്കിതൊരു 40 കെ ബിയുള്ള ഫോട്ടോ ആയിട്ട് 45 കെ ബി ആക്കി മാറ്റണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഇമേജ് റീസൈസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ റീസൈസിൻ്റെ താഴോട്ട് വന്നാൽ ടാർഗറ്റ് ഫയൽ എന്ന് കാണാം. അവിടെ 50 കെ ബിയിലേക്കാണ് 45 കെ ബിയിലേക്കാണ് മാറ്റേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ 45 വേണമെങ്കിൽ നമ്മൾ റേഷ്യോ കൂട്ടി അടിക്കുക. എന്ന് വെച്ചാൽ ഒരു 48 അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനവിടെ കെ ബി സൈസ് കൂട്ടി കൊടുത്ത് എനിക്ക് 45ലാണ് വേണ്ടത് 40 സൈസുള്ള ഫോട്ടോ. എന്നിട്ട് ഏറ്റവും അടിക്കണം റീസൈസ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. റീസൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് 46 സൈസിലേക്ക് 46 കെ ബിയിലേക്ക് മാറിയിരിക്കുന്നതാണ്. 40 കെ ബിയിലുള്ള ഒരു ഫോട്ടോ ഇങ്ങനെയാണ് റീസൈസ് ചെയ്യാൻ. ഇവിടെ ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡായിട്ട് നിങ്ങളുടെ ഗാലറിയിലേക്ക് ഫോട്ടോ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ മാത്രമല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും ഇങ്ങനെ കെ ബി സൈസിലേക്ക് ഇന്ന കെ ബിയിലേക്ക് കംപ്രസ് ചെയ്യുകയോ വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.